പലസ്തീൻ ഐക്യദാർഢ്യവുമായി കേരളത്തിലാകെ സംഘടിപ്പിച്ച ഗാസയുടെ പേരുകൾ തിരുവനന്തപുരം മാനവീയം വേദിയിൽ സമാപിച്ചു. പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് മുഖ്യാതിഥിയായി. കേരളത്തിന്റെ പിന്തുണയ്ക്കും ഐക്യദാർഢ്യത്തിനും പലസ്തീൻ ജനത കടപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചിന്താരവി ഫൗണ്ടേഷൻ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ പലസ്തീൻ ഐക്യദാർഢ്യ ഫോറങ്ങൾ രൂപീകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. 13 ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് സമാപനം കുറിച്ചത്. സമാപന ചടങ്ങിൽ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് മുഖ്യാതിഥിയായി. ഇസ്രായേൽ അധിനിവേശ ശക്തികൾ ബോധപൂർവം കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് വെടിവെക്കുകയാണ്. ചരിത്രത്തിൽ ഗസയിലെ കൂട്ടക്കൊലയ്ക്കെതിരെ ശബ്ദമുയർത്തിയവരിൽ കേരളമുണ്ടാകുമെന്ന് അബ്ദുള്ള അബു ഷാവേഷ് പറഞ്ഞു. Your dedication, your humanity and your commitment to trust stand today with the children of Gaza when much of the world has turned away. Palestine recognized and deeply valued your support. Thank you for refusing silence. Don't be silent. This is our shared future. We have one shared future. Your friendship and solidarity mean more to us than words can ever express. പരിപാടിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, NS മാധവൻ, ശശികുമാർ, സൂരജ് സന്തോഷ്, കടകംപള്ളി സുരേന്ദ്രൻ MLA, പാളയം ഇമാം, VP ഷുഹൈബ് മൗലവി, R പാർവതി ദേവി തുടങ്ങി കലാ സാംസ്കാരിക രാഷ്ട്രീയ മാധ്യമരംഗത്തെ പ്രമുഖർ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ വായിച്ചു. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.